വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചാലോ? ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താ മെട്രിസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെട്രിക്സിന്റെ പ്ലൂരൽ ഫോം ആണ് മെട്രിസസ്. അപ്പൊ എന്താ മെട്രിക്സ്? സിമ്പിൾ. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മെട്രിക്സിന് എക്സാമ്പിൾ ആണ് ഞാൻ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കൊടുക്കുന്നുണ്ട്. 2 3 -1 0 6 5. നോക്ക്, ഈ മെട്രിക്സിൽ 6 ആൾക്കാരെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തത് അല്ലേ? അപ്പൊ ദിസ് ഈസ് എ മെട്രിക്സ്. ഇനി ഞാൻ ബി എന്ന് പറയുന്ന നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് പൊതുവെ മെട്രിക്സ് ഡിനോട്ട് ചെയ്യാറുള്ളത്. -1 0 -1 2 8 2 1 3 5. ഇത് വേറൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിലും റെക്ടാങ്കുലർ ഷേപ്പിലാണ് എലമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തത്. ഞാൻ വേറൊരു മെട്രിക്സ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുന്നത് 1 2 3 4. ഇത് വേറൊരു മെട്രിക്സ് ആണ്, റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയാണ്. ആൻഡ് അടുത്ത ഡി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതുന്നത് ഇങ്ങനെയാന്ന് വിചാരിച്ചോ, 1 2 3. ഇതും ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് വേറൊരു മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സിന്റെ ഒക്കെ പ്രത്യേകത നിങ്ങൾ ആദ്യം നോക്കുന്ന സമയത്ത് റെക്ടാങ്കുലർ ഷേപ്പിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ റെക്ടാങ്കുലർ ഷേപ്പിൽ എലമെന്റ്സോ ഫംഗ്ഷൻസോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെട്രിക്സ് ആണ്. ആൻഡ് മെട്രിക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഇങ്ങനത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ആ മെട്രിക്സിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യും. സിമ്പിൾ. ഇനി ഇതിന്റെ ഓർഡർ എങ്ങനെ പറയാം? ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിൽ എത്ര റോ ഉണ്ട് അതേപോലെ ആ മെട്രിക്സിൽ എത്ര കോളം ഉണ്ട്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. പക്ഷെ നമ്മൾ ഇത് റീഡ് ചെയ്യുക ഈ ഇൻറ്റുവിനെ ബൈ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ നോക്കിക്കേ. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര റോ ഉണ്ട് നോക്കുക. റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നേരെ എഴുതുന്നതാ. ഇവിടെ നോക്ക് 1 2. നമ്മൾ നേരെ 2 വരകളിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം റോയുടെ എണ്ണം 2 അത് കൊടുക്കണം. കുത്തനെ വരുന്നതാണ് കോളം. അങ്ങനെ ആലോചിച്ചാൽ മതി, കുത്തനെ കോളം. അപ്പൊ കുത്തൻ എത്ര ആൾക്കാരുണ്ട് നോക്ക്, 3 അല്ലെ? 1 2 3. അപ്പൊ അതാ കോളത്തിന്റെ എണ്ണം 3. അപ്പൊ ഓർഡർ ഈസ് 2/3. അപ്പൊ ഇവിടുത്തെ കേസിലോ ഇവിടെ ഓർഡർ എന്തായിരിക്കും വരിക? നമ്പർ ഓഫ് റോസ് നേരെ എഴുതി നോക്ക്, 1 2 3. അപ്പൊ 3 കുത്തനുള്ളത് 1 2 3. അപ്പൊ ഇതിന്റെ ഓർഡർ 3/3. ഇവിടുത്തെ നേരെ എഴുതിയത് ആകെ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ റെഡിക്ക് എഴുതേണ്ടത് ഒരു മെട്രിക്സിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ താഴെയായിട്ടാ ഓർഡർ. റോന്റെ എണ്ണം 1 1 2 3 4. കുത്തനെ 4 ആൾക്കാരുണ്ട്. അപ്പൊ 1/4 റെഡി. ഇനി ഇവിടുത്തെ നോക്ക്, നേരെ 1 2 3 3 ആൾക്കാരുണ്ട്. ഇങ്ങനെ നേരെ കുത്തനാണെങ്കിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ 3/1. അപ്പൊ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ ചെയ്തേണ്ടത്. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. ഈ 3യും 3യും മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും അല്ലെ? അപ്പൊ 3 × 3 9. ആ 9 ആയിരിക്കും ഇതിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ആൾക്കാർ, അതിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 × 3 9. 1 × 4 4. ഇതിലുള്ള ആൾക്കാരുടെ എണ്ണം 4. 3 × 1 3. ഇതിലുള്ള ആൾക്കാരുടെ എണ്ണം 3. 2 × 3 6. ഇതിലുള്ള ആൾക്കാരുടെ എണ്ണം 6. അപ്പോൾ ഓർഡർ ചെയ്തുമ്പോൾ ആ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സിലെ എലമെന്റ്സിന്റെ എണ്ണവും കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഒരു മെട്രിക്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം. എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മളൊരു മെട്രിക്സിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക AIJ എന്ന് പറഞ്ഞിട്ടാ. ഈ മെട്രിക്സിനെ അല്ല, ആ മെട്രിക്സിലെ എലമെന്റിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, AIJ. ഇതിൽ ശ്രദ്ധിച്ച്, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഈ I എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ മെട്രിക്സിലെ റോയുടെ പൊസിഷനാ, റോ പൊസിഷൻ. ആൻഡ് ഈ J എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിലെ ഒരു എലമെന്റിന്റെ കോളത്തിന്റെ പൊസിഷനാ. അപ്പൊ നമ്മൾ ഓരോ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് AIJ. ഓരോ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് AIJ. സിമ്പിൾ. ഇനി നിങ്ങൾ ഈ ഒരു ചോദ്യത്തിലേക്ക് നോക്കിക്കോ. ആദ്യം എഴുതുന്നത് റോയുടെ പൊസിഷൻ, രണ്ടാമത് എഴുതുന്നത് കോളത്തിന്റെ പൊസിഷൻ. ഇനി എങ്ങനെയാണ് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക? ഇവിടെ നിങ്ങളോട് പറഞ്ഞത് 2/2 മെട്രിക്സ് ആണ്. അപ്പൊ 2/2 ആണെങ്കിൽ 4 എലമെന്റ്സ് ആണ് അതിൽ ഉണ്ടാകുക എന്ന് നമുക്ക് ഉറപ്പാണ്. 4 എലമെന്റ്സ്. അപ്പൊ ഈ 2/2 മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്ന് അറിയോ? വെരി സിമ്പിൾ. ഞാൻ ആദ്യം റഫായിട്ട് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതുകയാണ്. ഇതാ നോക്ക്, A 2/2 ആ. 2/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റോയും വേണം, അതേപോലെ തന്നെ 2 കോളവും വേണം. 2 റോ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലെ എലമെന്റിനെ സാധാരണ രീതിയിൽ A എന്ന് പറഞ്ഞ് വെറുതെ റെപ്രസെന്റ് ചെയ്യുകയാണ്. A എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്തു. എന്നിട്ട് അതിന്റെ പൊസിഷൻസ് പറയണം. പൊസിഷൻസ് പറയുന്ന സമയത്ത് ഇത് ഫസ്റ്റ് റോ ആണ്, ഫസ്റ്റ് റോ. ഇത് സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് റോ. ഇത് ഫസ്റ്റ് കോളമാണ്, ഇത് സെക്കൻഡ് കോളമാണ്. ഓക്കെ. അപ്പൊ ഈ പൊസിഷനുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ളതാണ്. നമ്മൾ A11 കൊടുക്കുക. ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളത്തിലുള്ളത് A12. ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലുള്ളതാണ് ഫസ്റ്റ് കോളത്തിലുള്ളത്. അപ്പൊ 21. അതായത് ആദ്യം റോയുടെ നമ്പർ, രണ്ടാമത് കോളത്തിന്റെ നമ്പർ. ഇത് രണ്ടാമത്തെ റോയിലും രണ്ടാമത്തെ കോളത്തിലുള്ള ആളാണ്. അപ്പൊ A22. അപ്പൊ ഇങ്ങനെയാണ് എലമെന്റ്സിന് അറേഞ്ച് ചെയ്യേണ്ടത്. ക്ലിയർ?
2x2 മെട്രിക്സ് അല്ലേ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത്. അവിടെ എലമെന്റ്സിന്റെ ജനറൽ ഫോം തന്നിട്ടുണ്ട്. Aij എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5i മൈനസ് ജെ പ്ലസ് 3. അപ്പൊ നിങ്ങൾ ആകെ 4 എലമെന്റ്സ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് വേണ്ടത് A11, A12, A21, A22 ഈ 4 ആൾക്കാരെ വേണ്ടത്. വളരെ ഈസിയാ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? Aij ആണെങ്കിൽ ആദ്യമുള്ളത് i, രണ്ടാമതുള്ളത് j. അപ്പൊ ദാ ഐക്ക് പകരം ഇവിടെ i, ജെക്ക് പകരം ജെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഐക്ക് പകരം ആദ്യമുള്ളത് Aij. അപ്പൊ ആദ്യമുള്ളത് 1, അത് i ആയിരിക്കും. ഐക്ക് പകരം 1 കൊടുക്കുക, ജെക്ക് പകരം രണ്ടാമത്തെ 1 കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 5 മൈനസ് 1, 5 into 1 5, 5 മൈനസ് 1 4 എന്നാ വരിക. 4 plus 3 എന്ന് പറഞ്ഞാൽ 7. ഇവിടുത്തെ കേസിൽ 5 into ഐക്ക് പകരം 1, ജെക്ക് പകരം 2. അപ്പൊ 5 into 1 മൈനസ് ജെക്ക് പകരം 2 പ്ലസ് 3 എന്ന് വരും. അപ്പൊ നോക്കടാ, 5 മൈനസ് 2 3 അല്ലേ? അപ്പൊ 3 plus 3 എന്നല്ലേ ആൻസർ വരിക, 6. ഇവിടുത്തെ കേസിൽ ഐക്ക് പകരം 2, ജെക്ക് പകരം 1. അപ്പൊ 5 into 2 മൈനസ് 1 പ്ലസ് 3 എന്നാ വരിക. ശരിയല്ലേ? അപ്പൊ 5 into 2 10, 10 minus 1 9, 9 plus 3 equal to 12 എന്നാ കിട്ടുക. 9 plus 3 equal to 12. ആൻഡ് അടുത്ത കേസിൽ ഐക്ക് പകരം എന്താ നോക്ക്, ആദ്യത്തത് ഐ ആണ്, രണ്ടാമത്തത് ജെ. അപ്പൊ 5 into ഐക്ക് പകരം 2 മൈനസ് ജെക്ക് പകരം 2 പ്ലസ് 3. അപ്പൊ 5 into 2 10, 10 minus 2 8, 8 plus 3 is equal to 11. അപ്പൊ ഇതാണ് അടുത്തത്. നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു 2x2 മെട്രിക്സ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എ എന്ന് പറയുന്ന മെട്രിക്സിൽ 4 എലമെന്റ്സ് ആണ്. ആ 4 പൊസിഷനും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ 4 പൊസിഷനിലുള്ള എലമെന്റ്സ് എങ്ങനെയാ വരുന്നതെന്ന് നമ്മൾ ആ ജനറൽ ഇക്വേഷൻ, നമ്മൾ ഓരോ എലമെന്റിന്റെയും ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് A11 എന്ന് പറയുന്ന സ്ഥാനത്തുള്ള നമ്പർ ഏതാ? 7. ആ സ്ഥാനത്ത് 7 കൊടുക്കുക. A12 എന്ന് പറഞ്ഞ സ്ഥാനത്ത് 6, A21 എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ 12, A22 എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ 11. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതേപോലെ ഏത് മെട്രിക്സും കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിക്കാം. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ 2 മെട്രിക്സ് ഈക്വൽ ആണ് എന്ന് തന്നു. 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എപ്പോഴാണ് 2 മെട്രിക്സ് ഈക്വൽ ആകുക? 2 മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആകുന്ന സമയത്ത് 2 മെട്രിക്സ് ഈക്വൽ ആകുക. ഇഫ് 2 മെട്രിക്സസ് ആർ ഈക്വൽ ദെൻ ദെയർ ഓർഡേഴ്സ് ആർ സെയിം. അപ്പൊ ഞാനിവിടെ എഴുതിയത് A1 മൈനസ് 2 മൈനസ് ബിയും അതേപോലെ തന്നെ 3 1 മൈനസ് 2 4ഉം ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഈക്വൽ ആണെങ്കിൽ, ഈ 2 മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെന്റ്സ് ഈക്വൽ ആണ്. അതായത് ഇവിടെ ആദ്യമുള്ളത് എ അല്ലേ, ഇവിടെ 3 അല്ലേ? അപ്പൊ ഈ എയും 3യും സെയിം ആയിരിക്കും. ഇവിടെ 1 ഉണ്ട്, ഓക്കെ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, ആ പൊസിഷനിൽ ഇവിടെ -2 ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിയാ. അങ്ങനെയാണ് ഈ -bന്റെ സ്ഥാനത്തുള്ളത് ആരാ നോക്ക്? 4. നമ്മളോട് ചോദിച്ചത് എയുടെയും ബിയുടെയും വാല്യൂ ആണ്. എന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈസി. രണ്ടാമത് -bയുടെ സ്ഥാനത്ത് 4 ആണ്. അപ്പൊ -b ഈക്വൽ ടു 4 എന്ന് പറയാം. അങ്ങനെയാണ് b ഈക്വൽ ടു -4 കിട്ടി. ഇങ്ങനെയാണ് 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ വാല്യൂസ് കമ്പയർ ചെയ്യുക. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്തത്, 2 മെട്രിക്സുകൾ തമ്മിൽ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നമ്പേഴ്സിൻ്റെത് പഠിച്ചില്ലേ? അതേപോലെ മെട്രിക്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെ ചെയ്യാം? ഇത് വളരെ ഈസി ആയുള്ള കാര്യമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അതായത് എൻ്റെ കയ്യിൽ 2 മെട്രിക്സ് ഉണ്ട്, എയും ബിയും. ഇത് രണ്ടും ആഡ് ചെയ്യണമെങ്കിൽ A+bയും ചെയ്യണം, A-bയും ചെയ്യണം. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അഡീഷനും സബ്ട്രാക്ഷനും, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇത് പോസിബിൾ ആകുന്നത് ബോത്ത്, അല്ലെങ്കിൽ എത്ര മെട്രിക്സസ് തമ്മിലാണോ നമ്മൾ ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും, when matrices have സെയിം ഓർഡർ. നമ്മൾ ചെയ്യുന്ന അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുന്ന മെട്രിക്സുകൾക്ക് സെയിം ഓർഡർ ഉണ്ടാകുമെങ്കിൽ മാത്രമേ നമ്മൾ അത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യും. ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞെടുക്കുന്നത് ഞാൻ 1 2 0 -3 ആണ്. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ആൻഡ് ബി എന്ന് പറയുന്ന മെട്രിക്സ് ശ്രദ്ധിച്ചോട്ടടാ, 2 മെട്രിക്സ് എപ്പോഴാണ് കൂട്ടുക, 2 മെട്രിക്സ് എപ്പോഴാണ് കുറയ്ക്കുക. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ കൊടുക്കുന്നത് 6 5 ആൻഡ് -3 ആൻഡ് 8. ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്ക് ആദ്യം വേണ്ടത് ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. അഡീഷൻ എന്ന് പറയുമ്പോൾ എയും ബിയും ആഡ് ചെയ്യുകയല്ലേ? അപ്പൊ A+b എങ്ങനെ എഴുതുക എന്നറിയോ? നിങ്ങൾ എ കണ്ട് ബി കണ്ട് A+b ചെയ്യണമെങ്കിൽ രണ്ടിന്റെ ഓർഡർ സെയിമാ. ഇവിടെ ഓർഡർ 2/2 അല്ലേ വരിക, 2 റോ 2 കോളം. ഇവിടെയും 2/2 അല്ലേ ഓർഡർ വരിക, 2 റോ 2 കോളം. നിങ്ങൾ ഒരു 2 മെട്രിക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ആദ്യം 1 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ആ 1ഉം 6ഉം ആഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന മെട്രിക്സിനും സെയിം ഓർഡർ ആയിരിക്കും, അതും 2/2 ആയിരിക്കും.
ഇനി രണ്ടാമത്തത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ആ 2ഉം 5ഉം ആഡ് ചെയ്യാം. ഇവിടെ 0 ഉണ്ട്, -3 ഉണ്ട്. 0യും -3യും ആഡ് ചെയ്യാം. ഇവിടെ -3 ആണ്, ഇവിടെ 8 ആണ്. -3യും 8ഉം ആഡ് ചെയ്യാം. ഇനി ഒന്നുകൂടി നിങ്ങൾ അത് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എഴുതുന്ന സമയത്ത് 1 + 6 7 എന്ന് കിട്ടും. 2 + 5 7 എന്ന് കിട്ടും. 0 + -3 പ്ലസ് മൈനസ് മൈനസ് ആവും, -3 എന്ന് വരും. -3 + 8 എന്ന് പറയുമ്പോൾ 5 കിട്ടും. അപ്പൊ ഇതാണ് എയും ബിയും ആഡ് ചെയ്താൽ കിട്ടുന്നത്. ഈസിയാ. ഇനി അതേപോലെ സബ്ട്രാക്ട് ചെയ്താൽ ഈ രണ്ട് മെട്രിക്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് മെട്രിക്സും കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്തായി കിട്ടിയടാ? A - B. നോക്ക്, സെയിം സംഭവം. എയിൽ നിന്ന് ബി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷനിലുള്ള ആൾക്കാർ നമ്മൾ കുറയ്ക്കുക. 1 6 മൈനസ് ചെയ്യുക, 1 - 6. 2ഉം 5ഉം മൈനസ് ചെയ്യുക, 2 - 5. 0യും -3യും മൈനസ് ചെയ്യുക. അപ്പൊ 0 - -3 എന്ന് വരിക. ആൻഡ് -3 അടുത്തത് -8, -3 -8. ഒന്ന് അടിപൊളിയാക്കി എഴുതിക്കുക. 1 - 6 എന്ന് പറഞ്ഞാൽ -5, 2 - 5 എന്ന് പറഞ്ഞാൽ -3. ഈ മൈനസും മൈനസും പ്ലസ് ആവും. അപ്പൊ 0 + 3 3, -3 -8 എന്ന് പറഞ്ഞാൽ -11. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. അഡീഷനും പഠിച്ചു, സബ്ട്രാക്ഷനും പഠിച്ചു. ക്ലിയർ? ഇനി അടുത്തത് ഈ ഒരു ചോദ്യം നോക്ക്, ഒരു അടിപൊളി ചോദ്യം. ഫൈൻഡ് മെട്രിക്സ് ബി സച്ച് ദാറ്റ് 2a + b = 3c. ഈ 2aയും 3c ഒക്കെ പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എയും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടെത്താനാണ് പറഞ്ഞത്. നോക്കിക്കേ, ബി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടെത്തണമെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവാ. ബി, എനിക്ക് ബി ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഞാൻ ഈ 2a, നമ്മൾ സാധാരണ ഇക്വേഷൻ എഴുതുന്നത് പോലെ ഈ 2a എന്ന് പറയുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 3c - 2a വരും. അപ്പൊ അതാ നോക്കിക്കോ, 3cയിൽ നിന്ന് 2a മൈനസ് ചെയ്താൽ ബി കിട്ടും. 3cയിൽ നിന്ന് 2a മൈനസ് ചെയ്താൽ ബി കിട്ടും. അപ്പൊ വാട്ട് ഈസ് ആക്ച്വലി 3c, വാട്ട് ഈസ് ആക്ച്വലി 2a? ഈ 3cയും 2aയും എന്താണെന്നറിയോ? 2a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ നിങ്ങളുടെ a എന്ന് പറയുന്ന മെട്രിക്സ്. ഈ മെട്രിക്സിലെ എല്ലാ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2a കിട്ടി. എങ്ങനെ? ഈ മെട്രിക്സിലെ എല്ലാ ആൾക്കാരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2a കിട്ടി. അതായത് 0 × 2 ആൻഡ് 5 × 2 ആൻഡ് 5 × 2 ആൻഡ് അടുത്തതിൽ 7 × 2 ആൻഡ് അടുത്തതിൽ -1 × 2 ആൻഡ് അടുത്തതിൽ 3 × 2. ഇതായിരിക്കും നിങ്ങളുടെ 2a എന്ന് പറയുന്നത്. അപ്പൊ എന്താ ആൻസർ നോക്ക്? 0, 5 × 2 10, അടുത്തതും 5 × 2 10, ഇവിടെ 14, -1 × 2 -2, ഇത് 6 കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് 2a കിട്ടി. ഇതേപോലെ 3c എങ്ങനെയായിരിക്കും കിട്ടുക നോക്ക്. 3c എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്ക്, ഇങ്ങനെ വരിക 3 × 4 അല്ലെങ്കിൽ 4 × 3. എല്ലാ എലമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 3 -1 × 3, 0 × 3 -5 × 3 ആൻഡ് 8 × 3. സോ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 4 × 3 12, 9 × 3 27, -1 × 3 -3, 0 × 3 0, -5 × 3 -15, 8 × 3 24. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതാണ് 3c. അതായത് സീനെ എല്ലാ എലമെന്റ്സും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ ബി എഴുതണമെങ്കിൽ അതും ഈസിയാടാ. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്ക്, 3cയിൽ നിന്ന് 2a മൈനസ് ചെയ്തതാ. നിങ്ങളുടെ 3c പറ ആദ്യം. 3c എന്ന് പറഞ്ഞതാ ഇതാ, 12, 27, -3, 0, -15, 24, മൈനസ് 2a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. 2a 0, 10, 10, 14, -2, 6. ഇത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നതാണെന്നറിയോ? 12 - 0, ഓരോന്ന് പൊസിഷനിലുള്ളത് തമ്മിൽ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 12 - 0 ആദ്യം, പിന്നെ 27 - 10, ഇതും സബ്ട്രാക്ട് ചെയ്യാം. -3 - 10, 0 - 14, 0 - 14, -15 -2, -15 -2, 24 - 6, 24 - 6. ഇതെല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അപ്പൊ ആൻസർ കിട്ടും 12, 17, -3 - 10, -13, 0 - 14, -14, -15 +2 വരും, അതായത് -13, 24 - 6, 18. അപ്പൊ ഇതാണ് ആക്ച്വലി എന്ത് ഈ ചോദ്യത്തിൽ നിങ്ങളുടെ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ട് കാര്യം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എയും 2a സിയും ഒക്കെ തന്നിട്ട് നിങ്ങൾ 2aയും 3c ഒക്കെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക. അതായത് ഒരു സ്കേലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ പഠിച്ചില്ലേ? ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ആ ബി എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് എത്താനും പഠിച്ചു. പിന്നെ അതേപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ 2aയും 3c ഒക്കെ കാണാനും പഠിച്ചു. വെരി സിമ്പിൾ. ഇനി അടുത്ത കാര്യം, ഇങ്ങനെ രണ്ട് മെട്രിക്സ് തന്നാൽ എക്സിന്റെയും വൈയുടെയും ഒക്കെ വാല്യൂ എങ്ങനെ കണ്ടെത്താം നോക്കിക്കോ. ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചോ നിങ്ങൾ.
ആദ്യം ഇതും 2നെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ ഈ മെട്രിക്സുമായിട്ട് ആഡ് ചെയ്യണം, അതിന് ഈക്വൽ ആയിട്ട് 5618 കിട്ടും. അങ്ങനെയാണ് എക്സിന്റെ വൈൻ്റെ വാല്യൂ എന്ത്. സിമ്പിളാ. ആദ്യം 2നെ ഈ എല്ലാ എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 × 1 2, 2 × 3 6, 2 × 0 0, 2 × x 2x അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം 2 പുറത്തുള്ളത് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് y0 1 2 ആൻഡ് ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 5618. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കടാ. 2ഉം y ആഡ് ചെയ്താൽ 2 + y എന്ന് വരിക. 6ഉം 0യും ആഡ് ചെയ്താൽ 6 + 0, 0യും 1ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 + 1, 2xും 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2x + 2. ഇതിന് ഈക്വൽ ആയിട്ടുള്ളതാണ് ആക്ച്വലി എന്ത് ഇവിടെയുള്ള 5618 എന്ന് പറയുന്നത്. അപ്പൊ അതാ നോക്ക്, ഇതൊരൊറ്റ മെട്രിക്സിലായിട്ട് ചുരുങ്ങി അതിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആകുക? ഇവിടെ ആദ്യമുള്ളത് ഇവിടെ ആദ്യമുള്ളതിനും ഇവിടെ ഈ പൊസിഷനുള്ളത് ഇവിടുത്തെ ആ പൊസിഷനിലുള്ളതിനും ഈക്വൽ ആകുമ്പോൾ. നോക്ക് നിങ്ങൾ, 2 + y = 5 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? y = +2 അങ്ങോട്ട് പോയാൽ -2, അപ്പോൾ y is equal to 5 - 2 = 3 എന്ന് കിട്ടും. ഇനി അതേപോലെ 2x + 2 കണ്ടോ നിങ്ങൾ? ഈ 2x + 2 ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് 8 ആണല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് 2x എന്തായിരിക്കും? +2 അങ്ങോട്ട് പോയാൽ 8 - 2 എന്ന് വരും. 2x = 6, x = ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 ആവില്ലേ? അപ്പോൾ x = എന്ത് കിട്ടും? 3. ഈസി. അങ്ങനെയാണ് നമ്മൾ എക്സിന്റെയും വൈൻ്റെയും ഒക്കെ വാല്യൂ ഈ ഒരു സംഭവത്തിൽ നിന്ന് കണ്ടെത്തേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കട്ടോ. ഇനി അടുത്തതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അഡീഷനും സബ്ട്രാക്ഷനും പോസിബിൾ ആകണമെങ്കിൽ രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആയാൽ മതി. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ സെയിം ഓർഡർ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ നോക്കിക്കേ, നോക്ക്, നമ്മൾ എയും ബിയും ചെയ്യുകയാണെങ്കിൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിന് ഒരു ഓർഡർ ഉണ്ടാവും. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഒരു ഓർഡർ ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് കൊടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഇതിന്റെ ഓർഡർ ആദ്യത്തെ മെട്രിക്സ് ഇൻറ്റു രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഇതിന്റെ ഓർഡർ ഒരു m/n ആണെന്ന് വിചാരിച്ചു. ഇവിടെ ഉള്ള ഈ n തന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വേണം, എന്നിട്ട് ഇവിടെ ഒരു n/p എന്ന് വേണം. n/p എന്ന് പറഞ്ഞാൽ ഈ n തന്നെ ഇവിടെയും വേണം. അതായത് എന്താണെന്നറിയോ ഉദ്ദേശിക്കുന്നത്? ഈ n എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണം. ഈ n എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ആദ്യത്തെ n ഈ മെട്രിക്സിന്റെ റോയുടെ എണ്ണം. അതായത് എ ബി ഈസ് പോസിബിൾ. നോക്കണേ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എ ബി എന്ന് പറയുന്നത് രണ്ട് മെട്രിസസ് ആണ്. മെട്രിസസ് എ ബി പോസിബിൾ ആകണമെങ്കിൽ എ ബി ഈസ് പോസിബിൾ, എ ബി എന്ന് പറയുന്നത് പോസിബിൾ ആകണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. നോക്കിക്കോ, ഇവിടെ എന്നെ ഇതെന്താ? ഈ മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണം. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ, ആദ്യത്തെ മെട്രിക്സിന്റെ കോളംസ് ഓഫ് എ, ആദ്യത്തെ മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും ഇതെന്താ? ഈ n രണ്ടാമത്തെ മെട്രിക്സിന്റെ റോ അല്ലേ? രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയുടെ എണ്ണവും സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് റോസ് ഓഫ് ബി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയടാ, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ആദ്യത്തെ മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയുടെ എണ്ണവും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, ഈ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും അറിയോ? ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തതും ഇവിടുത്തെ രണ്ടാമത്തതും ചേർത്തിട്ട് m/p ആയിരിക്കും ഇതിന്റെ ഓർഡർ. ക്ലിയർ? ഇത് ഇവിടുത്തെ ആദ്യത്തതും ഇവിടുത്തെ രണ്ടാമത്തതും ചേർത്തിട്ട് m/p ആയിരിക്കും അതിന്റെ ഓർഡർ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കണ്ടീഷന്? എയുടെ കോളത്തിന്റെ എണ്ണവും ബിയുടെ റോയുടെ എണ്ണവും സെയിം ആണെങ്കിൽ എയുടെ റോയും ബിയുടെ കോളവും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമുക്ക് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. നോക്കിക്കും, ഇതിന്റെ ഓർഡർ ഞങ്ങൾ ഓർഡർ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. രണ്ട് റോ ഉണ്ട്, 3 കുത്തനുള്ള കോളം ഉണ്ട്. അപ്പൊ 2/3. അപ്പൊ ഇവിടെ 3 ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഇവിടെ 3 വരണം ആദ്യം, നമ്പർ ഓഫ് റോസ്. അപ്പൊ ഉറപ്പാ 1 2 3 റോ തന്നെയാണുള്ളത്. ആൻഡ് കുത്തനുള്ളത് 2. അപ്പൊ 2 കോളോ. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ കിട്ടുന്ന മെട്രിക്സിലെ അതായത് എ ബിയിൽ എയുടെ കോളത്തിന്റെ എണ്ണവും ബിയുടെ റോയുടെ എണ്ണവും സെയിമാ. അപ്പൊ ഈ 2ഉം ചേർത്തിട്ടാണ് നമ്മൾ എ ബിയുടെ ഓർഡർ ചെയ്തുക. അപ്പൊ എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? 2/2. അത്രേ ഉള്ളൂ സംഭവം. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ 2ഉം ചേർത്തിട്ട് 2/2. ഇനി ഉണ്ടല്ലടാ, എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും അല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്ക്, എ ഇൻറ്റു ബി ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 - 2 3 -4 2 5 ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാ ഇങ്ങനെയുള്ളത് 2 3 4 5 2 1. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ?
ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ആദ്യത്തെ മെട്രിക്സ് നിന്ന് എ ബി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ മെട്രിക്സിൽ നിന്ന് റോയും രണ്ടാമത്തെ മെട്രിക്സിൽ നിന്ന് കോളവും തമ്മിലാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു റോ ഇൻറ്റു കോളം പരിപാടിയാണ്. അപ്പൊ അതെങ്ങനെയാണെന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം. കിട്ടുന്ന മെട്രിക്സ് 2/2 ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഫസ്റ്റ് റോ എടുക്കുക. ഇവിടുന്ന് ഫസ്റ്റ് റോ ആദ്യം എടുക്കുക. ഫസ്റ്റ് റോ അത് ഇവിടുത്തെ ഫസ്റ്റ് റോയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുന്ന് ഫസ്റ്റ് റോ എടുക്കുക, അത് ഇവിടുത്തെ ഫസ്റ്റ് റോയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെയാ അത്? അതായത് ആദ്യത്തെ എലമെന്റ് ഇവിടുത്തെ റോയിലെ ഫസ്റ്റ് റോ ഇവിടുത്തെ ഫസ്റ്റ് കോളം, ഈ റോയിൽ ആദ്യത്തെ എലമെന്റ് ഈ കോളത്തിലെ ഫസ്റ്റ് എലമെന്റ്, ഈ റോയിലെ രണ്ടാമത്തെ എലമെന്റ് ഈ കോളത്തിലെ രണ്ടാമത്തെ എലമെന്റ്, ഈ റോയിലെ മൂന്നാമത്തെ എലമെന്റ് ഈ കോളത്തിലെ മൂന്നാമത്തെ എലമെന്റ്. അപ്പൊ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുക. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1 × 2 എന്നിട്ട് പ്ലസ് ചെയ്യുക. രണ്ടാമത്തെ -2 4 ആണ്, ആ -2 × 4 ചെയ്യുക, എന്നിട്ടും പ്ലസ് ചെയ്യുക. മൂന്നാമത്തെ ഇവിടെ 3, ഇവിടെ 2, 3 × 2 ചെയ്യുക. കഴിഞ്ഞു. അതായത് ഈ റോയിലുള്ള എല്ലാ എലമെന്റിനെ ഈ കോളത്തിലെ എല്ലാ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പരിപാടി കഴിഞ്ഞു. കിട്ടുന്ന മെട്രിക്സിലെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിലെ ആദ്യ എലമെന്റ് ആണ് ഇത്. ഇനിതാ ഈ റോയിൽ തന്നെ പിന്നെ നമ്മൾ എഴുതുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ റോനെയും ഇതാ നോക്ക്, അതേപോലെ ഈ റോനെയും ഈ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഈ റോയും ഈ കോളം തമ്മിലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ? ഇനി ഈ റോനെയും ഈ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. നോക്കിക്കോ, 1 × 3 പ്ലസ് -2 × 5 പ്ലസ് പിന്നെ 3 × 1 ഇത് അടുത്ത എലമെന്റ്. ഇനി ഏതെങ്കിലും കോളം ഉണ്ടോ നോക്ക്, ഇല്ല. അപ്പൊ ഈ റോയും കോളങ്ങളും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് തീർന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്താ ചെയ്യാന്നറിയോ? അടുത്തതിൽ ഇതാ ഇങ്ങനെ ചെയ്യാം. ആദ്യം ഈ റോനെ നമ്മൾ എന്താക്കും എന്നറിയോ? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ കോളായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എലമെന്റ്സ് ഇങ്ങനെ ചെയ്തു. അപ്പൊ നോക്ക്, -4 × 2 ആദ്യം വരിക, -4 × 2 പ്ലസ് 2 × 4 പ്ലസ് 5 × 2. അതായത് ഓരോ പൊസിഷനിലും ഉള്ള അതേ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി ഈ റോയും ഈ കോളും. അപ്പൊ നോക്കേ, -4 × 3 അടുത്ത ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ റോയും ആ കോളവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതിലേക്ക് വരണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ റോയും ഈ കോളവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. -4 × 3 പ്ലസ് 2 × 5 പ്ലസ് 5 × 1 ഇങ്ങനെ ഇരിക്കും. സോ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. 1 × 2 2 അല്ലേ? 2 പ്ലസും മൈനസും 2 × 4 എന്ന് പറഞ്ഞാൽ -2 × 4 എന്ന് പറഞ്ഞാൽ -8. അപ്പോൾ പ്ലസും മൈനസും -8 പ്ലസ് അവിടെ ഒരു 6ഉം കൂടി കിട്ടും. ഇവിടെ 3 -10 ആൻഡ് +3 എന്ന് വരും. ആൻഡ് ഇവിടെ -8 +8 +10 എന്ന് കിട്ടും. ഇവിടെ -12 +10 +5. ഇതെല്ലാം കൂടി ഒന്ന് അടിപൊളിയാക്കി എഴുതിക്കാം. 2 -8 എന്ന് പറഞ്ഞാൽ -6, -6 + 6 എന്ന് പറഞ്ഞാൽ 0. 3 -10 എന്ന് പറഞ്ഞാൽ -7 ആണ്. -7 + 3 -4. അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എഴുതണേ. -8 + 8 0, പിന്നെ ബാക്കി വരുന്നത് 10. -12 + 10 -2 -2 + 5 എന്ന് പറഞ്ഞാൽ 5 - 2 3. ഇതാണ് നിങ്ങളുടെ എന്ത് AB എന്ന് പറയുന്ന മെട്രിക്സ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 2ഉം ചേർത്തിട്ട് നമുക്ക് കിട്ടുന്ന ഓർഡർ എന്തായിരിക്കും? 2/2. ഇങ്ങനെ ചെയ്യേണ്ടത്. കാര്യം മനസ്സിലാക്കി വെക്കുക, ഐഡിയ ഉണ്ടായിരിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതേപോലെയുള്ള ഒരു സംഭവമാണ് ഇതൊന്ന് ഷോ ചെയ്യണം. അതായത് സംഭവം ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഷോ ദാറ്റ് a² - 5a + 7a = 0. ഇവർ വേണ്ട ടേംസ് ഒക്കെ നോക്ക്. ആദ്യം a², ഞാൻ ആദ്യം a² എന്ന് എഴുതുകയാണ്. a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു a × a. അതായത് നിങ്ങൾ ഈ മെട്രിക്സിനെ തന്നെ ഒന്നുകൂടി ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 1 -1 × 2. സോ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആൻസർ വരിക. ഈ റോ ഈ കോളം ശരിയല്ലേ? നോക്ക്, ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/2 ആണ്, ഇതിൻ്റെതും 2/2. അപ്പൊ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും നോക്കണ്ട, ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഈ 2 ചേർത്തിട്ട് 2/2 ആയിരിക്കും. അപ്പൊ ഈ റോയും ഈ കോളം ആദ്യം ചെയ്യും. 3 × 3 9 പ്ലസ് 1 × -1 -1. അടുത്തതിൽ ഈ റോയും ഈ കോളവും ചെയ്യണം അല്ലേ? അപ്പൊ 3 × 1 3 പ്ലസ് 1 × 2 2. നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയേ. ഈ റോയും കോളങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റോയിലേക്ക് വരിക. രണ്ടാമത്തെ റോയും ഫസ്റ്റ് കോളും -1 × 3 -3 പ്ലസ് 2 × -1 -2. അടുത്തത് -1 ഈ റോയും ഈ കോളവും -1 × 1 -1 പ്ലസ് 2 × 2 4. ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് ഒന്നുകൂടി ഇത് നമുക്ക് ചുരുക്കി എഴുതാം. 9 - 1 8 ആൻഡ് ഇവിടെ 5 -3 -2 -5 ഇവിടെ 3 വരും.
അപ്പൊ ഇതാണ് സംഭവം. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് 5A ആണ്. 5A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഈ മെട്രിക്സിലെ എല്ലാ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 3 15, 5 × 1 5, 5 × -1 -5, 5 × 2 10. അപ്പൊ 5Aയും കിട്ടി. പിന്നെ ഒരു 7A ഇല്ലേ, വാട്ട് ഈസ് I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സാ. ഇവിടെ തന്ന A 2x2 ഓർഡറിലല്ലേ. അപ്പൊ ഈ 2x2 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡയഗണൽ എലമെന്റ്സ് എന്ന് ഇതിന് പറയാം. ഇങ്ങനെ ഡയഗണലി വരുന്ന എലമെന്റ്സ് ഒക്കെ 1 ആയിരിക്കും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ 0. അപ്പൊ ഇത് രണ്ടും 0, ഇത് രണ്ടും 1. അതാണ് I. നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ I എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോ 3x3 ആണ് I എങ്കിലോ, ഇവിടെ എല്ലാ മെട്രിക്സ് A ഒക്കെ തന്നത് 3x3 ഇവിടെ ഒരു എലമെന്റ് കൂടി 1 വരും, ബാക്കിയുള്ള ഈ 2 എലമെന്റും 0 വരും. അതാണ് 3x3 I. ഓക്കെ. ആൻഡ് 7A എന്നല്ലേ പറഞ്ഞത്. അപ്പൊ 7A എന്ന് പറയുന്ന സമയത്ത് അതിലെ എല്ലാ എലമെന്റിനെയും നിങ്ങൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 7 0 0 7 എന്നാ വരിക. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് A² - 5A + 7A = 0. 0 എന്ന് പറഞ്ഞിട്ട് 0 മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളൊന്ന് എഴുതി നോക്കാം. A² - 5A + 7A 0 ആകുമോ ഇല്ലയോ എന്നുള്ളത്. A² ആദ്യം ചെയ്ത് 8 5 -5 3 മൈനസ് 5A എന്ന് പറഞ്ഞാൽ എന്താ, 15 5 -5 10. ഇതല്ലേ 5A. ആൻഡ് അടുത്തത് 7A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 0 0 7. റെഡി. ഇതെല്ലാം കൂടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് 0 മെട്രിക്സ് കിട്ടണം. 0 കിട്ടണം എന്നാ. 0 എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് നടത്തും, എല്ലാ എലമെന്റും 0 ആയത്. ഓക്കെ. 8 - 15 -7 -7 + 7 0. 5 - 5 0 + 0 അതും 0. -5 -5 -5 + 5 0 0 + 0 0. 3 - 10 -7 -7 + 7 അതും 0. അപ്പൊ നിങ്ങൾ നോക്കും, ഇവിടെ എഴുതിയ എല്ലാ എലമെന്റ്സും 0 അല്ലേ, അതുകൊണ്ട് =0 എന്ന് എഴുതാം. ഈ 0ന്റെ അർത്ഥം എന്താണെന്നറിയോ, ദിസ് ഈസ് 0 മെട്രിക്സ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 0 മെട്രിക്സ് ആണ് എന്ന് ചുരുക്കം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഓക്കെ, ക്ലിയർ, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുക എന്നാ. വളരെ ഈസിയാ സംഭവമായത്. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ 1 2 3 4 5 6 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് ഓഫ് A, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതും, അത് നമ്മൾ ഒന്നെങ്കിൽ A' നട്ട് കൊടുക്കുക, അല്ലെങ്കിൽ A⁻T. A' എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെട്രിക്സിലെ റോ ഉള്ള എലമെന്റ് ഇല്ലേ 1 2 3, അതിനെ നിങ്ങൾ കോളത്തിൽ എലമെന്റ് കുത്തനാക്കിയിട്ട് എഴുതുക. രണ്ടാമത്തെ റോയിലെ എലമെന്റ് 4 5 6 ഇല്ലേ, അതിനെ നിങ്ങൾ രണ്ടാമത്തെ കോളായിട്ട് കുത്തൻ എഴുതുക. അപ്പൊ ഇത്രേ പരിപാടിയുള്ളൂ. റോയിലെ എലമെന്റ്സിനെ പിടിച്ച് കോളാക്കുക, അല്ലെ കോളത്തിൽ എലമെന്റ്സിനെ പിടിച്ച് റോ ആക്കുക. 1 4 കോൾ അല്ലേ, ഈ 1 4 നിങ്ങൾ ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. 2 5 റോ അല്ലേ, 2 5 സെക്കൻഡ് കോൾ ആയിട്ട് എഴുതുക. 2 5 കോൾ അല്ലേ, അതിനെ നിങ്ങൾ സെക്കൻഡ് റോ ആയിട്ട് എഴുതുക. 3 6 കോളത്തിൽ എലമെന്റ് അല്ലേ, അതിനെ നിങ്ങൾ 3 6 എന്ന് പറഞ്ഞ റോ ആയിട്ട് എഴുതുക. ഇത്ര പരിപാടിയുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടി, ഇതിന്റെ ഓർഡർ 2/3, 2 റോയും 3 കോളും. അപ്പൊ ഇതിന്റെ ഓർഡർ നോക്ക് നിങ്ങൾ, 3 റോയും 2 കോളും. അപ്പൊ എയുടെ ഓർഡർ എന്താണോ അത് തല തിരിച്ചിട്ട് കൊടുത്താൽ A ട്രാൻസ്പോസിന്റെ ഓർഡറും കിട്ടി. ഇത് ഓർത്ത് വെക്കണേ, ട്രാൻസ്പോസ് ഓഫ് A. ട്രാൻസ്പോസ് എന്താ? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയിലെ എലമെന്റ്സിനെ കോളാക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ ആവും, സെക്കൻഡ് റോ സെക്കൻഡ് കോൾ ആവും. എനഫ്, അത് പഠിച്ചു വെക്കുക. പിന്നെ അടുത്തുള്ള ഒരു സംഭവമാണ് സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് മെട്രിക്സ് എന്താ? ഈ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, എടാ ഒരു സ്ക്വയർ മെട്രിക്സിനാട്ടോ നമ്മൾ പറയുക. A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും സെയിം ആയിരിക്കും. നോക്കണേ, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു, നമ്പർ ഓർഡർ എഴുതുന്ന സമയത്ത് റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും സെയിം ആകുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഒരു മെട്രിക്സ് A എന്ന് പറയുന്നത് A ഈസ് സിമെട്രിക്. A എന്ന് പറയുന്നത് സിമെട്രിക് ആകണമെങ്കിൽ A ഈസ് സിമെട്രിക് ഇഫ് കണ്ടീഷൻ എന്താണെന്നറിയോ, എയുടെ ട്രാൻസ്പോസ് എടുത്താലും A തന്നെ കിട്ടണം. അതായത് A ട്രാൻസ്പോസും A ഈക്വൽ ആണെങ്കിൽ A സിമെട്രിക് മെട്രിക്സാ. എക്സാമ്പിൾ കാണിച്ചു തരാം. A എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ ഇങ്ങനെ എടുത്തു, 1 3 3 1 എന്ന് എടുത്തു. നിങ്ങൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കും. ട്രാൻസ്പോസ് എടുത്താൽ ആദ്യം ഈ റോയില് 1 3 അല്ലേ, അതിനെ നമുക്ക് കോൾ ആയിട്ട് എഴുതാം 1 3. ഈ സെക്കൻഡ് റോയില് 3 1 അല്ലേ, അതിനെ സെക്കൻഡ് കോൾ ആയിട്ട് എഴുതാം 3 1. ട്രാൻസ്പോസ് എടുത്താലും സെയിമാ. അപ്പൊ A ട്രാൻസ്പോസും Aയും സെയിം അല്ലേ, A ട്രാൻസ്പോസും Aയും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഈ Aനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. A ഈസ് സിമെട്രിക് മെട്രിക്സ്. എന്താണ്?
സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? ആ മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി അതേപോലെയുള്ള വേറൊരാളാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നോക്കണേ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സിന് എപ്പോഴാണെന്നറിയോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം? വളരെ സിമ്പിളാ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആകുന്ന സമയത്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. അതിന്റെ എല്ലാ ഡയഗണൽ എലമെന്റ്സും സീറോ ആയിരിക്കും. എന്താ ഈ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? എന്താ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഞാനൊരു എക്സാമ്പിൾ ചെയ്താം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എലമെന്റ്സിനെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയാം. ഇവിടെ ഞാൻ ഒരു 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു, ഇവിടെ ഞാനൊരു 2 കൊടുത്തു, ഇവിടെ ഞാനൊരു -2 കൊടുത്തു. ഇതാണ് എ. നിങ്ങൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കും. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 2. ഈ റോനെ പിടിച്ച് കോളാക്കും, അപ്പോൾ 0 2 അല്ലേ? -2 0, അതിനടുത്ത കോളാക്കും -2 0. ഇതാണ് ഇപ്പോൾ എ ട്രാൻസ്പോസ് ചെയ്തത്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ ഈ എയിലേക്ക് എത്തണമെങ്കിൽ, എയിലേക്ക് എത്താം, നിങ്ങളൊരു മൈനസ് പുറത്തെടുക്കും. 0 എന്ന് മൈനസ് പുറത്തെടുത്താൽ 0. -2 നീ മൈനസ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2 ആ വരും. കാരണം -2 × -2 -1 ആണ് അർത്ഥം. -1 × -2. 2ൽ നിന്നൊരു മൈനസ് എടുത്താൽ -2 കിട്ടും. കാരണം -2 2. 0 എന്ന് എടുത്താൽ പിന്നെ 0 തന്നെ, പ്രശ്നമല്ല. ഈ 0 2 -2 0 എന്ന് പറയുന്നത് നമ്മുടെ എ തന്നെയല്ലേ? അപ്പൊ ഈ എ ട്രാൻസ്പോസ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? മൈനസ് പുറത്തുണ്ട് ആൻഡ് ഇൻറ്റു എ. അപ്പൊ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a. അങ്ങനെയാണെങ്കിൽ ഈ എനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ രണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എനി സ്ക്വയർ മെട്രിക്സ് എ, ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും എനി സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്ന ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്, ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ആസ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എങ്ങനെ? സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരേത് സ്ക്വയർ മെട്രിക്സ് എ ഉണ്ടെങ്കിലും അതിനൊരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന നിങ്ങൾ ഇക്വേഷൻസ് മാത്രം, ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ്, എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എന്ന് വിചാരിച്ചു. ഇതിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന, അതായത് എ ഒരു എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അല്ലെങ്കിൽ എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്നത് ഏത് മെട്രിക്സ് ആണെങ്കിലും ആകട്ടെ ഒരു സ്ക്വയർ മെട്രിക്സ് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുക. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എയും എ ട്രാൻസ്പോസും നിങ്ങൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതേപോലെ എയും എ മൈനസ് ട്രാൻസ്പോസും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ അതാ നോക്ക്, ഞാൻ ഇനി അടുത്ത കാര്യം ചെയ്യുന്നത് ഇത് രണ്ടിനോടും ഒരു ഹാഫ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഈ ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാലും ഇത് പെർഫെക്റ്റ് ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഒരു സിമെട്രിക് മെട്രിക്സാണ്. അതിനോടൊരു ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു സിമെട്രിക് ആണ്. ആ ഒരു ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താലും സിമെട്രിക് മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ എ മൈനസ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. കൂടുതലൊന്നും ആലോചിക്കണ്ട, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതിനോടൊരു ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താലും സ്ക്യൂ സിമെട്രിക്. ഇനി ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും നമുക്ക് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതാൻ പറ്റും. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. എ ഈക്വൽ ടു ഒരു സ്ക്വയർ മെട്രിക്സ് അല്ലേ? എക്സ്പ്രസ് എ ആസ് ദ സം ഓഫ് നോക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും എന്ന് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം എ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. 6 - 2 2 -2 3 -1 2 -1 3. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ കിട്ടുക നോക്ക്. ഫസ്റ്റ് റോനെ പിടിച്ച് കോളാക്കുക. 6 - 2 2 -2 3 -1 സെക്കൻഡ് കോളാക്കുക.
2 മൈനസ് 1 3. ഇതിനെ തേർഡ് കോളാക്കുക. ഓക്കെ, അടുത്തത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കുക. അതും വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണെന്ന് എഴുതുക. എയും എ ട്രാൻസ്പോസ് കൂടി ആഡ് ചെയ്താൽ മതി. 6 + 6 12 -2 + -2 -4 അല്ലേ. 2 + 2 4 -2 + -2 -2 -2 -4 3 + 3 6 -1 + -1 -2 2 + 2 4 -1 + -1 -2 3 + 3 6. ഇതാണ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഈസി. ഇതേപോലെ ഹാഫ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈയും കൂടി ചെയ്താലോ? ഹാഫ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എല്ലാ ടേമിനെയും, ഇത് എ പ്ലസ് എ ട്രാൻസ്പോസ് അല്ലേ, ഇതിൽ എല്ലാ ടേമിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 12ന്റെ ഹാഫ് 6 -4ന്റെ ഹാഫ് -2 ആൻഡ് 4ന്റെ ഹാഫ് 2. ഓക്കെ ആണേ, പ്രശ്നമൊന്നുമില്ല. ആൻഡ് -4ന്റെ ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2, 6ന്റെ ഹാഫ് 3, -2ന്റെ ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1, 4ന്റെ ഹാഫ് 2, -2ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ -1, 6ന്റെ ഹാഫ് 3. അപ്പൊ ഇതാണ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. നമ്മൾ തിരിച്ചെഴുതിയപ്പോൾ അത് സെയിം തന്നെയാണല്ലേ കിട്ടിയത്, വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഒരു സിമെട്രിക് മെട്രിക്സാ. എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്താലും അപ്പോൾ എന്തായാലും സിമെട്രിക് മെട്രിക്സാ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എ മൈനസ് എ ട്രാൻസ്പോസ് കാണുക. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. 6 - 6 0 -2 -2 +2 എന്നാ വരിക, അതും 0. 2 - 2 അതും 0. -2 -2 അതും 0. 3 - 3 അതും 0. -1 -1 +1 അതും 0. 2 - 2 അതും 0. -1 -1 അതും 0. 3 - 3 അതും 0. നോക്കൂ, ഇതൊക്കെ 0. ഒരു സീറോ മെട്രിക്സാണ്, അത് പ്രശ്നമല്ല. അപ്പൊ ഹാഫ് കൊണ്ട് നിങ്ങൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? 0 0 0 0 0 0 0. അതായത് എല്ലാ കേസിലും ഇങ്ങനെ വരൂല, ഇതൊരു എക്സെപ്ഷണൽ കേസാണ്, ഒരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എ കിട്ടും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഇക്വേഷൻ പ്രകാരം ഏത് സ്ക്വയർ മെട്രിക്സ് എനെയും സിമെട്രിക് മെട്രിക്സ് ആയ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത്, അതായത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും എടുക്കുന്ന സമയത്ത് നമുക്ക് എ കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്ക്, ഇവിടെ 6 - 2 2 ആൻഡ് -2 3 -1 ആൻഡ് 2 - 1 3 2 - 1 3. ഇതാണ് ആക്ച്വലി എന്ത്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എല്ലാം 0 ഉള്ള ആളായിരുന്നു, എല്ലാം 0 ഉള്ള മെട്രിക്സ്. ഇനി ഇത് രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്യും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 6 + 0 6 -2 + 0 -2 2 + 0 ഈ എലമെന്റ് തന്നെയല്ലേ വരിക എന്തായാലും, കാരണം 0 കൊണ്ടല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് തന്നെ കിട്ടും. ഇതാണോ നിങ്ങളുടെ എ? നോക്കും, സെയിം അല്ലേ? അതെ, 2 - 1 3. അതായത് ഏതൊരു എ എന്ന് പറയുന്ന മെട്രിക്സിനെയും നിങ്ങൾക്ക് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ അത് നിങ്ങളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അത് നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് എക്സ്പ്രസ് ചെയ്തു, പ്രൂവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതി. ആൻഡ് ഇതിൽ ഒരുപാട് കണ്ടന്റുകളും ക്വസ്റ്റ്യൻസും ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചോ. ഇതിലുള്ള ഒരു സംഭവവും മിസ് ചെയ്യണ്ട. അപ്പൊ ബൈ.